GST കോൺഫിഗർ ചെയ്തുകൊണ്ട് ടാലിയിൽ നമുക്ക് പർച്ചേസ് ഇൻവോയ്സ് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു പർച്ചേസിൻ്റെ ഒരു ഇൻവോയ്സിൻ്റെ സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് GST എന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ GST കറക്റ്റായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് രണ്ട് ടൈപ്പ് GST ആണ് വരുന്നത്. അതായത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിന് വരുന്ന GST, അതായത് സെയിൽസ് വിത്തിൻ ദ സ്റ്റേറ്റ്, നമ്മുടെ സെയിം സ്റ്റേറ്റിൽ തന്നെ സാധനം വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും വരുന്ന GST. അത് രണ്ട് ടൈപ്പാണ് വരിക. സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും. അതായത് അത് ഈക്വലായിട്ട് ആ രണ്ട് GSTയും ഡിവൈഡായിട്ട് പോകും, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും. അപ്പോൾ നിങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വാങ്ങിക്കുമ്പോൾ നമ്മൾ രണ്ട് GST വരും. ടോട്ടൽ GST 50-50 ആയിട്ട് CGSTയും SGSTയും. അതാണ് ഈ ഇൻവോയ്സിൽ. ഇത് നമുക്കിപ്പോൾ നിങ്ങൾ നോക്കി കാണാം. ABC കമ്പനി കൊച്ചി എന്ന് പറയുന്ന ഒരു ഇൻവോയ്സിൻ്റെ ഒരു സാമ്പിളാണത്. അതിൽ നമ്മൾ കേരളത്തിൽ തന്നെയുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ആ പർച്ചേസ് ഇൻവോയ്സിൽ CGSTയും SGSTയും 99% വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ GSTനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റേറ്റ് സെയിൽ. നെക്സ്റ്റ് വരുന്നതാണ്. ഇത് വേറൊരു ഇൻവോയ്സിൻ്റെ സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിലൊരു ടാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, IGST എന്ന് പറഞ്ഞിട്ട്. അതായത് ഇൻട്രസ്റ്റേറ്റ് സെയിൽ എന്നാണ് ഇതിന് പറയുക. സെയിൽസ് ടു അനദർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക്, അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിലേക്കും സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോഴോ വരുന്ന ടാക്സാണ് IGST. അത് ഒരു ടാക്സേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ ടാക്സ് IGST എന്ന് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പേരിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടാലിയിലേക്ക് വന്നു. ഇനി ഇവിടെ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി. ഞാൻ കമ്പനി ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. വിശദമായിട്ടുള്ള കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അതിൻ്റെ ലിങ്കിൽ പോയി കാണാം. ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു GST പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, GST പർച്ചേസ് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അഡ്രസ്സൊന്നും കാര്യമായിട്ട് കൊടുക്കുന്നില്ല. കൺട്രി ഇന്ത്യ കൊടുക്കുക, പിന്നെ സ്റ്റേറ്റ് കേരള കൊടുക്കുന്നു. ബാക്കി ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ കമ്പനിയുടെ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കമ്പനി ഇയറിങ്ങിൻ്റെ ഡേറ്റ് മാത്രം ഓട്ടോമാറ്റിക് വരുന്നതാണ്, ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കമ്പനിയിൽ ഇനി നമ്മൾ GST കോൺഫിഗർ ചെയ്താൽ മാത്രമേ നമുക്ക്, GST എനാബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് GST പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ F11 എന്ന് പറയുന്ന ഫീച്ചേഴ്സിൽ പോകണം. ഓക്കെ, ഇതാണ് GST ഇൻവോയ്സ്. നമുക്ക് ഈ ഇൻവോയ്സാണ് GST പോസ്റ്റ് ചെയ്യേണ്ടത്. GST ഇൻവോയ്സാണ്. GST ഇല്ലാത്ത ഇൻവോയ്സ് ആണെങ്കിൽ നമുക്ക് GST പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ GST ഉള്ള ഇൻവോയ്സാണത്. അപ്പോൾ നമുക്കത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ GST എനാബിൾ ചെയ്യണം. അതിൽ F11ലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഫീച്ചേഴ്സിൽ F11 നിങ്ങൾ കീബോർഡിൽ പ്രസ് ചെയ്താൽ ഈ പേജ് വരും. ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലാണ് പോകേണ്ടത്. നിങ്ങളവിടെ പോകുമ്പോൾ ഒരു റെഡ് കാണുന്നില്ല, ചില അക്ഷരങ്ങൾ റെഡ്, അത് അതിൻ്റെ ഒരു ഷോർട്ട് കീ ആണ്. അത് പ്രസ് ചെയ്താലും നമുക്ക് ഈ ഓപ്പൺ ആക്കാൻ പറ്റും. അത് S എന്ന് ടൈപ്പ് ചെയ്താലും നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ ഓപ്പൺ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും മതി. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എനാബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്നുള്ളത് S ആക്കി കൊടുക്കുക. നമ്മൾ ജസ്റ്റ് Y എന്ന് ടൈപ്പ് ചെയ്താൽ മതി. Y എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് S ആയിട്ട് എൻ്റർ ആവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് Y എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, അത് എൻ്റർ അടിച്ചു. അപ്പോൾ S ആയി. ഇനി അടുത്തത് GST ഡീറ്റെയിൽസ് കൂടി അടിക്കണം. ഓക്കെ, അത് S അടിച്ച് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് വരും. അതിൽ നിങ്ങൾ സ്റ്റേറ്റ് നേരത്തെ കൊടുത്തത് കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക് വരും. റെഗുലർ, പിന്നെ നമ്മുടെ റെഗുലർ കൊടുക്കുക, പിന്നെ അവിടെ നോ കൊടുത്താൽ മതി. പിന്നെ ഡേറ്റ് ഓട്ടോമാറ്റിക് 1/4 നമ്മളെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ GST നമ്പർ അടിച്ചു കൊടുക്കുക. കറക്റ്റ് GST നമ്പർ അടിച്ചാൽ നമുക്ക് എററൊന്നും വരില്ല. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു നമ്പർ അടിച്ചുകൊണ്ട് അവിടെ എറർ കാണിക്കുന്നത്. കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് GST നമ്പർ, നിങ്ങളുടെ കമ്പനിയുടെ GST നമ്പർ അടിക്കുക. പിന്നെ മന്തിൽ സെലക്ട് ചെയ്യുക. ഇവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻ്റർ അടിച്ച് അത് സേവ് ചെയ്താൽ മതി. എല്ലാം അവിടെ അങ്ങനെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഈ പേജിലും പിന്നെ വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇവിടെയും സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് GST കോൺഫിഗറായി, എനാബിളായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസ് പോസ്റ്റ് ചെയ്യണം. പർച്ചേസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതിലാണ് പോകേണ്ടതെന്ന് അറിയാലോ. ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിലാണ് പർച്ചേസ് ഉണ്ടാവുക. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ പർച്ചേസ് തന്നെ വരണമെന്നില്ല. അവിടെ വേറെ ഏതെങ്കിലും പേയ്മെൻറ്റോ റിസീറ്റോ അങ്ങനെ ഏതെങ്കിലും ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഏതാണോ അതൊക്കെയാണ് വരിക. അപ്പോൾ നിങ്ങളത് F9 അടിച്ചിട്ട് പർച്ചേസ് സെലക്ട് ചെയ്യണം. അതിൻ്റെ കീബോർഡ് ഷോർട്ട് കീസൊക്കെ പഠിച്ചു വെക്കുക.
അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഫംഗ്ഷൻ ബാറിൽ കാണാം, F9 അടിച്ചാൽ പർച്ചേസ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പർച്ചേസ് പോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ ഇൻവോയ്സിൽ നോക്കുക, ഇൻവോയ്സ് എടുത്ത് വെക്കുക, എന്നിട്ട് പർച്ചേസും എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇൻവോയ്സ് നമ്പറാണ്. ഫസ്റ്റ് ഇൻവോയ്സ് നമ്പർ ആൻഡ് ഡേറ്റ് ആണ് ഇൻവോയ്സിൽ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേറ്റ്, മുകളിൽ ഡേറ്റ് വരും. ആദ്യം നിങ്ങൾ ഡേറ്റ് F2 അടിച്ചിട്ട് ഡേറ്റ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഡേറ്റ് കറക്റ്റ് ഡേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 കൊടുത്തിരിക്കുന്നത്, 1/4. അതുകൊണ്ട് ഞാൻ ഡേറ്റ് ഒന്നും ചെയ്യണില്ല, കറക്റ്റ് ഡേറ്റ് തന്നെ വന്നു. പിന്നെ നെക്സ്റ്റ് ഇൻവോയ്സ് നമ്പർ, സപ്ലയർ ഇൻവോയ്സ് നമ്പർ നമ്മൾ നോക്കുക, 111, അത് ടൈപ്പ് ചെയ്യുക. പിന്നെ അവിടെയും സെയിം ഡേറ്റ് തന്നെ കൊടുത്താൽ മതി, ഡേറ്റ് ഓട്ടോമാറ്റിക് വരും. ഓക്കെ, ഇവിടെ നമ്മൾ പാർട്ടി നെയിം ABC കമ്പനിയാണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് ക്യാഷ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടാലി ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും 2 ലെഡ്ജർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ ഫസ്റ്റ് ഒരു പാർട്ടി നെയിം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പോകേണ്ടത് Alt+C ടൈപ്പ് ചെയ്യണം. ഓക്കെ, Alt+T ടൈപ്പ് ചെയ്യുക, ആ പേജിലേക്ക് വരും. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കമ്പനിയുടെ നെയിം കൊടുക്കുക, ABC കമ്പനി, അലിയാസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അണ്ടർ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഇത് സപ്ലയർ ആണ്, നമ്മൾ സാധനം വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിയൊക്കെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻറ്റെയിൻ ബില്ലൊന്നും കൊടുക്കേണ്ട, അത് നോ കൊടുത്താൽ മതി, വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ട. നെക്സ്റ്റ് ഇവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുക, കൺട്രി കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക. ബാക്കി പിൻ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി, ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ടൈപ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ കൊടുക്കുക. റെഗുലർ കൊടുത്തിട്ട് ആ കമ്പനിയുടെ GST നമ്പർ, ആ ഇൻവോയ്സിൽ GST നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ GST നമ്പർ കറക്റ്റ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നേരെ പോവുക പർച്ചേസ് ലെഡ്ജറിലേക്കാണ്. ഇവിടെയും നിങ്ങൾ ഒരു ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടെയും Alt+C പ്രസ് ചെയ്യുക. Alt+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. അതായത് പർച്ചേസ് അക്കൗണ്ട്, ഇത് നമ്മൾ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു പർച്ചേസ് GST എന്ന് കൊടുക്കാം, ഇൻട്രാസ്റ്റേറ്റ്, അതായത് നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ളത് തന്നെ. അപ്പോൾ നമുക്ക് ഇതിനൊരു മനസ്സിലാകാൻ വേണ്ടി പർച്ചേസ് GST എന്ന് കൊടുക്കാം. അത് ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് പർച്ചേസ് IGST എന്നും കൊടുക്കാം. അപ്പോൾ നമ്മളിത് പർച്ചേസ് GST എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ പർച്ചേസിൻ്റെ അടിയിൽ കറക്റ്റ് മനസ്സിലാവും. ഇവിടെ പർച്ചേസ് GST എന്ന് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അണ്ടർ നമ്മൾ പർച്ചേസ് അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്, സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ല, പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസിൻ്റെ അണ്ടർ എപ്പോഴും പർച്ചേസ് അക്കൗണ്ടാണ് വരിക. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ ഇവിടെ ഇൻവെൻട്രി വാല്യൂസ് ആർ എഫക്റ്റഡ്, S കൊടുക്കണം, എന്നാൽ നമ്മൾ ഇൻവെൻട്രി പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, S കൊടുക്കണം. പിന്നെ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ GST അപ്ലിക്കബിൾ ആണ്, അപ്ലിക്കബിൾ കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ അവിടെ വേറെ ഒന്നും കൊടുക്കണ്ട, നോ കൊടുക്കുക. പിന്നെ അടുത്ത ടൈപ്സ് ഓഫ് സപ്ലൈ കൊടുക്കണം, ഗുഡ്സ് കൊടുക്കണം. നമ്മൾ ഗുഡ്സ്, അതായത് സാധനം വാങ്ങിക്കുന്നതിൻ്റെ എൻട്രിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗുഡ്സ് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇൻവോയ്സിൽ കാണാം, 2 ഐറ്റംസ് ഉണ്ട്. സർവീസ് അല്ല, സർവീസ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്കൂൾ ഫീസ് അങ്ങനെ എന്തെങ്കിലും സർവീസ്, അത് ടീച്ചിങ് ഫീസ് അങ്ങനത്തെയൊക്കെയാണ് സർവീസിൽ വരിക. ഇത് സർവീസ് അല്ല, സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യുക. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട, എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പർച്ചേസ് ലെഡ്ജറും ക്രിയേറ്റ് ആയി. നമുക്ക് നേരെ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അടുത്തേക്ക് പോയി. നമ്മളവിടെ ഐറ്റംസ് എന്താണെന്ന് നോക്കുക. സാംസങ് മൊബൈലിൽ 2 പീസാണ്. അപ്പോൾ നമ്മൾ Alt+C വീണ്ടും പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ സാംസങ് മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രാൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ മൊബൈൽ നടിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ മോഡൽ നമ്പർ, എന്നിട്ട് പിന്നെ ബ്രാൻഡ് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം മൊബൈൽ മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മോഡൽ അടിക്കാം. ഞാനിപ്പോൾ മോഡൽ നമ്പറൊന്നും കാണിച്ചിട്ടില്ല. അണ്ടർ നമുക്ക് ബ്രാൻഡ് കൊടുക്കാം, അതായത് ഇന്ന ബ്രാൻഡിൻ്റെ അണ്ടറിലൊരു മൊബൈൽ വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് സാംസങ് എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ വേറൊരു അണ്ടർ കൂടെ ഉണ്ട്, അവിടെ നിങ്ങളൊന്നും കൊടുക്കേണ്ട. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക, സേവ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇവിടെ വരുന്നത് യൂണിറ്റ്സ് ആണ്. ഇത് നമ്മുടെ മൊബൈലൊക്കെ വാങ്ങിക്കുന്നത് ഒന്നിക്ക് പീസായിട്ട് അല്ലെങ്കിൽ നമ്പേഴ്സായിട്ടാണ് വാങ്ങിക്കുക. നമുക്കിവിടെ പീസായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് Alt+C അടിച്ചിട്ട് പീസസ് ക്രിയേറ്റ് ചെയ്യുക, ഫോർമൽ നെയിം പീസസ് അടിക്കുക. ഓക്കെ, എന്നിട്ട് അത് നെക്സ്റ്റ് എൻ്റർ അടിക്ക് സേവ് ചെയ്യുക. ഇവിടെ GST അപ്ലിക്കബിൾ ആണ്, ഇതിന് GST ഉണ്ട്, ഇൻവോയ്സിൽ നിങ്ങൾക്ക് കാണാം 99% SGSTയും CGST ഉണ്ട്. അപ്പോൾ GST അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ GST അപ്ലിക്കബിൾ കാണിക്കുക. അടുത്തത് GST ഡീറ്റെയിൽസ് നിങ്ങൾ അടിക്കണം. ഈ ഐറ്റത്തിന് GST ഉണ്ട്, അത് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചാൽ ഈ പേജ് വരും. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂവിൻ്റെ മുകളിലാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് ടാക്സബിലിറ്റി, ടാക്സബിൾ ആണ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതിന് ടാക്സ് ഉണ്ട്, അതാണ് ടാക്സബിൾ. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ്, ടോട്ടൽ ടാക്സ് 18% ആണ്, 9. അപ്പോൾ നമ്മൾ ടോട്ടൽ ടാക്സ് പെർസെൻറ്റേജ് എത്രയാണോ അത് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഓട്ടോമാറ്റിക് അവിടെ വരും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ സ്റ്റേറ്റ് ടാക്സ് ഇൻട്രസ്റ്റ് ടാക്സ് നിങ്ങൾ കണ്ടു.
ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് കണ്ടെന്ന് വരില്ല, ഇങ്ങനെ കാണാം. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ F12 അടിക്കുക, F12. എന്നിട്ട് നിങ്ങൾ ആ ലാസ്റ്റ് ഓപ്ഷൻ SI കൊടുക്കുക, GST എനേബിൾ SI കൊടുത്തു കഴിഞ്ഞാൽ ആ 2 സെൻട്രൽ ടാക്സും സെയിൽസ് ടാക്സും വരും. ഓക്കെ, എന്നിട്ട് നിങ്ങളത് എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. ഇവിടെ പിന്നെ ടൈപ്സ് ഓഫ് അപ്ലൈ ഇവിടെയും ഗുഡ്സ് സെലക്ട് ചെയ്യണം, എന്നിട്ട് എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണ്, 2 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, 2 ക്വാണ്ടിറ്റി കാണിക്കുക. 15,000 റുപ്പീസിന് 10,000 റുപ്പീസ് 20,000. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് എന്താണ്, LG ടാബ്ലറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ഉണ്ടാവില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ടാബ്ലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ബ്രാൻഡ് LG ആണ്. നിങ്ങൾ അണ്ടർ ബ്രാൻഡിൽ Alt C അടിച്ചിട്ട് LG ക്രിയേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ പീസസ് തന്നെയാണ്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പീസസ് സെയിം ആണ്, ക്രിയേറ്റ് ചെയ്യുക. GST അപ്ലിക്കബിൾ ആണ്. ഓക്കെ, നമുക്കപ്പോൾ 18% GST ഉണ്ട്. അപ്പോൾ S അടിക്കുക. ഓക്കെ, S അടിച്ച് കഴിഞ്ഞാൽ ഓൺ വാല്യൂവിൻ്റെ മുകളിൽ ടാക്സബിൾ സെലക്ട് ചെയ്യുക. ടോട്ടൽ ടാക്സ് 18 ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സിൻ്റെ മുകളിൽ 18 അടിക്കുക. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഗുഡ്സ് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പീസാണ് 5,000 റുപ്പീസിന്. അപ്പോൾ നിങ്ങൾ അതും എൻ്റർ ചെയ്യുക, 5,000 റുപ്പീസ് എൻ്റർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ നെക്സ്റ്റ് ഈ ഇൻവോയ്സിൽ എന്താണുള്ളത്, ഇവിടുന്ന് ഒരു എൻ്റർ കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാനില്ലെങ്കിൽ നേരെ ഒരു എൻ്റർ കൂടി അടിച്ചു കഴിഞ്ഞാൽ ലെഡ്ജറിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ലെഡ്ജറിലേക്ക് പോയി. ഇപ്പം നമ്മളിനി CGST എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം ടാക്സിൻ്റെ. അപ്പോൾ നമ്മൾ Alt C പ്രസ് ചെയ്യുന്നു, CGST എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അണ്ടർ കൊടുക്കേണ്ടത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്യുന്നു. കറണ്ട് ലയബിലിറ്റി ആണത്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ടൈപ്സ് ഓഫ് ഡ്യൂട്ടി ടാക്സ് എന്നുള്ളത് GST കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ടാക്സ് ടൈപ്പ് എന്ത് ടാക്സ് ആണിത്, CGST സെൻട്രൽ ടാക്സ് ആണ്. നിങ്ങൾ സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടെ വേറെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ CGST സെൻട്രൽ ടാക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ 9% എമൗണ്ട് അവിടെ വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് SGST സ്റ്റേറ്റ് ടാക്സ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ വീണ്ടും Alt C അടിക്കുന്നു, SGST ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് തന്നെ കൊടുക്കുന്നു. നേരത്തെ കൊടുത്ത അതേ സെയിം GST കൊടുക്കുന്നു. ഇവിടെ മറ്റേ സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്യുന്നു, അതായത് SGST സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്യുക ടാക്സ് ടൈപ്പിൽ. ഓക്കെ, നെക്സ്റ്റ് എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക, സേവ് ചെയ്യുക. അവിടെയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് വരും, 9% ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ടോട്ടൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പർച്ചേസ് എൻട്രി, അതായത് ഇൻട്രാ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള പർച്ചേസ് എൻട്രി നമ്മൾ ചെയ്തു. ഇനി നമുക്കിത് നമുക്കിത് സ്റ്റോക്ക് വന്നിട്ടുണ്ടാവുമല്ലോ പർച്ചേസ് ചെയ്ത്, അത് കാണാൻ വേണ്ടി നിങ്ങൾ റിപ്പോർട്ട്സിൽ പോവുക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൽ Alt F1 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ നമുക്ക് 2 ബ്രാൻഡേ കാണുന്നുള്ളൂ. Alt F1 അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബ്രാൻഡിൻ്റെ അകത്ത് ടാബ്ലറ്റ്, LG ടാബ്ലറ്റ് 1 പീസ്, സാംസങ് മൊബൈൽ 2 പീസ് നമ്മൾ പർച്ചേസ് ചെയ്തത് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇൻ്റർസ്റ്റേറ്റ് പർച്ചേസാണ്, അതായത് ഔട്ട്സൈഡ് പർച്ചേസ്, നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള പർച്ചേസ്. അതിന് നിങ്ങൾ വീണ്ടും Alt F9 അടിക്കുക, അതായത് അക്കൗണ്ടിങ് വോച്ചേഴ്സിൽ പോയിട്ട് F9 അടിക്കുക. നിങ്ങൾ സപ്ലയർ ഇൻവോയ്സ് നമ്പറും ഡേറ്റും നോക്കുക. ഡേറ്റ് നമ്മൾ ഫസ്റ്റ് ഇൻവോയ്സ് നമ്പറും ഡേറ്റും നോക്കുക. ഡേറ്റ് F2 അടിച്ചിട്ട് ഡേറ്റ് മാറ്റുക, 14 തന്നെയാണ് ഡേറ്റ്, 14 തന്നെ അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇൻവോയ്സ് നമ്പർ നോക്കുക, 222 എന്നുള്ളത് 222 അടിക്കുക. അപ്പോൾ ഡേറ്റ്, അപ്പോൾ ഇനി പാർട്ടി നെയിം നമ്മൾ ചെക്ക് ചെയ്യുക. XYZ ആണ്, നമ്മളത് ക്രിയേറ്റ് ചെയ്യാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ Alt C അടിച്ചിട്ട് XYZ കമ്പനിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ അണ്ടർ എന്ത് കൊടുക്കണം, സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച സപ്ലയർ ആണ്, അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നോ കൊടുത്താൽ മതി, എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ കൺട്രി ഇന്ത്യ തന്നെ, പക്ഷേ സ്റ്റേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് നമ്മൾ നിർബന്ധമായിട്ടും ആ സ്റ്റേറ്റ് തന്നെ കൊടുക്കണം. തമിഴ്നാടാണ്, അപ്പോൾ തമിഴ്നാട് കൊടുക്കുക. അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്, അനദർ സ്റ്റേറ്റ് ആണ്, തമിഴ്നാട് സെലക്ട് ചെയ്യുക. അവിടെ തമിഴ്നാട് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളിവിടെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ തന്നെ സെലക്ട് ചെയ്യുക. എൻ്റെ ആ കമ്പനിയുടെ GST നമ്പർ കറക്റ്റ് അടിക്കുക. ഞാനിവിടെ റോങ് ആയിട്ട് അടിച്ചതുകൊണ്ട് മെസ്സേജ് വന്ന് കറക്റ്റ് അടിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ എൻ്റർ അടിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും പർച്ചേസ് ലെഡ്ജറിലേക്ക് പോകും. ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് IG ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് ആണ്, അപ്പോൾ നമുക്കത് ഔട്ട്സൈഡ് ടാക്സ് മനസ്സിലാക്കാൻ പർച്ചേസ് IGST എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ല, പർച്ചേസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇൻവെൻട്രി വാല്യൂ എഫക്റ്റഡ് ആണ്, S കൊടുക്കണം. പിന്നെ GST അപ്ലിക്കബിൾ ആണ്, അപ്ലിക്കബിൾ കൊടുക്കണം. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടൈപ്സ് ഓഫ് സപ്ലൈ എപ്പോഴും ഗുഡ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഗുഡ്സ് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക.
പിന്നെ നമുക്ക് ഐറ്റത്തിൻ്റെ അവിടെ എത്തി. നമുക്ക് ഈ ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ഡെൽ കമ്പ്യൂട്ടർ മുമ്പ് വാങ്ങിച്ചിട്ടില്ല, പുതിയ ഐറ്റമാണ്. അപ്പോൾ നമ്മളതും ക്രിയേറ്റ് ചെയ്യണം. Alt+C പ്രസ് ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ബ്രാൻഡ് ഡെല്ലാണ്, അപ്പോൾ ഡെല്ല് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അണ്ടർ നമ്മൾ പ്രൈമറി തന്നെ കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് പീസസ് തന്നെയാണ് ഇതും, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. GST അപ്ലിക്കബിൾ ആണ്. ഇതിന് GST ഉണ്ട്, 12% GST ഉണ്ട്. ഇതവിടെ നിങ്ങൾക്ക് കാണാം. IGST 12% ഉണ്ട്. അപ്പോൾ നിങ്ങൾ GST ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. സെയിം നേരത്തെ അടിച്ച് അതുപോലെ തന്നെ കാൽക്കുലേഷൻ ടൈപ്പ് ഓൺ വാല്യൂ ടാക്സബിൾ. പിന്നെ നമ്മളവിടെ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് ഡയറക്റ്റ് 12% അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 66 CGST SGST വരും. ടൈപ്സ് ഓഫ് സപ്ലൈ ഗുഡ്സ് തന്നെ എൻ്റർ അടിക്കുക. എന്നിട്ട് പിന്നെ ഒരു പീസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 25,000, അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യണം, ഒരു എൻ്റർ കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലെഡ്ജറിലേക്ക് പോകും. വേറെ ഐറ്റംസ് അടിക്കാനില്ല. ഇവിടെ നിങ്ങൾ IGSTന്ന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റഡ് GST ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ CGST SGST ആണ് ചെയ്തിരിക്കുന്നത്. Alt+C അടിക്കുക, IGST ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ GST ആണ് കൊടുക്കേണ്ടത്, ഡ്യൂട്ടി ടാക്സ് GST. ടാക്സ് ടൈപ്പ് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് ആണ്, അതാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സേവ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആ എമൗണ്ട് 12% നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതേപോലെ റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് സമ്മറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് കൂടി കാണാൻ പറ്റും. സ്റ്റോക്ക് സമ്മറിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെല്ല് കൂടി അവിടെ കാണാം. നിങ്ങൾക്ക് ഇനി Alt+F1 അടിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡെല്ലിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ എന്ന് കാണാം. ബാക്കി GST ഉപയോഗിച്ചിട്ട് സെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും